എനിക്ക് കാല് ഒട്ടും പറ്റുന്നില്ല. ഞാൻ രണ്ട് ചുവട് നടന്നാ പിന്നെ സ്റ്റക്കായി പോണ പോലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നിപ്പം ഡോക്ടർ ചെയ്തപ്പം എനിക്ക് എന്റെ കാലൊരു ഫ്ലെക്സിബിൾ ആയതുപോലെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നടക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ എനിക്ക് ഇങ്ങനെ കൈ കുത്തി പിടിച്ച് എഴുന്നേക്കാൻ പറ്റത്തുള്ളായിരുന്നു. എന്തേലെങ്കിലും പിടിച്ച് എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തുള്ളായിരുന്നു. അന്ന് കയറിയപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു. എനിക്ക് പിടിച്ച് കൊച്ചു പിടിച്ച് എന്നെ ഇങ്ങോട്ട് കയറ്റിയതും വണ്ടിയിൽ നിന്ന് ഇറക്കിയതും ഒക്കെ. ഇപ്പൊ എനിക്ക് എന്തോ കാലിനൊരു അയവ് വന്നിട്ടുണ്ട്. നടക്കാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. ഇവിടെ വന്ന് ഇത് ചികിത്സ ചെയ്താൽ മാറുമെന്ന് എനിക്കിപ്പോ ഉറപ്പുണ്ട്. വന്നപ്പോ എനിക്ക് ഒരു വിശ്വാസമില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം ചോദിച്ചു ഹസ്ബൻഡിനോട് ചെയ്യണോ വേണോ വേണ്ടേ. എനിക്കൊരു വിശ്വാസം തോന്നുന്നുണ്ട്. എത്ര നാളായി ഞാൻ ഈ വേദനയും കൊണ്ട് നടക്കുന്നു. ഇപ്പൊ ഇഞ്ചക്ഷൻ എടുത്തും പെയിൻ കില്ലർ കഴിച്ച് ഞാൻ മടുത്ത്. അതാ ഞാൻ ഇവിടെ വന്നിട്ട് ഇനി ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെയും വീട്ടിൽ ചെന്നാൽ ഇത് തന്നെയല്ലേ നോർത്തിട്ടാ വേണ്ടെന്നോർത്ത് ആദ്യം. ഇപ്പൊ എനിക്കിത് മാറുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. കാരണം കുറച്ച് എനിക്ക് ഇവിടെ വന്നപ്പോ തന്നെ ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട് കാല്. ഇവിടെ വന്ന് ചികിത്സിച്ചാൽ ഇത് മാറുമെന്ന് നമ്മുടെ ഒരു മനസ്സിനൊരു കോൺഫിഡൻസും കൂടെ വേണം. മുട്ടുവേദനയുള്ളവര് വന്ന് ചികിത്സിച്ചാൽ ഇത് മാറുമെന്ന് എനിക്കിപ്പോ വിശ്വാസമുണ്ട്. ഇതിങ്ങനെ പരസ്യത്തിന് വേണ്ടിയാണെന്ന് ഞാൻ ഓർത്തത്. നമുക്ക് ആ പരസ്യം പറയുന്നവരുടെ ആരുടെയും കോൺടാക്ട് നമ്പർ നമുക്കില്ലായിരുന്നല്ലോ, ഈ ഹോസ്പിറ്റലിന്റെ അല്ലാതെ. അപ്പൊ എനിക്ക് അവര് പറയുന്നത് അവരോട് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അത് വിശ്വാസം എനിക്കില്ലായിരുന്നു. അത് ശരിയാണെന്നുള്ളതില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചത്. അവർക്ക് പരസ്യത്തിന് വേണ്ടിയാണ് ഈ ഹോസ്പിറ്റലിന് വേണ്ടി ഡോക്ടറൊക്കെ തന്നെ ആൾക്കാരെ നിർത്തി പരസ്യം പറയിക്കുന്നതാണെന്നായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ എന്റെ ഹസ്ബൻഡിന് വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അല്ല, ഇത് മാറുമെന്ന് ഉറപ്പുണ്ട്. അത് ഇവിടെ വന്ന് ഇവിടെ ഇരുന്നപ്പോഴും ഒന്നും എനിക്കൊരു ഇതും ഇല്ല. അത് കഴിഞ്ഞ് ഇപ്പൊ ഡോക്ടറെ അടുത്ത് വന്ന് കയറിയപ്പോഴും ഇല്ല. അത് കഴിഞ്ഞിപ്പോ ഇതിപ്പോ ചെയ്തു കഴിഞ്ഞപ്പം എന്റെ കാലിനായവും വന്ന് തന്നെ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്തപ്പോ എനിക്കൊരു ആശ്വാസം വന്നപ്പോ എനിക്ക് മനസ്സിലായി, സത്യമാണ് മനസ്സിലായി. ഞങ്ങൾ ആലപ്പുഴ മങ്കൊമ്പ്.